പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ബോളിവുഡ് നടി മമത കുൽക്കർണി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി സന്യാസം സ്വീകരിച്ചത് വിവാദത്തിലായി. സന്യാസ ദീക്ഷ നൽകിയ മഹാമണ്ഡലേശ്വരൻ ലക്ഷ്മി നാരായണൻ ത്രിപാഠിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മമത വിവാഹത്തിന് ശേഷം കെനിയയിലാണ് താമസിച്ചിരുന്നത്. 25 വർഷത്തിന് ശേഷം ജനുവരിയിൽ ആദ്യമായാണ് മമത ഇന്ത്യയിലെത്തിയത്. മമതയ്ക്കും ഭർത്താവ് വിക്കി ഗോസ്വാമിക്കുമെതിരെയുള്ള 2000 കോടി രൂപയുടെ ലഹരിമരുന്ന് കേസ് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ഓഗസ്റ്റിൽ റദ്ദാക്കിയിരുന്നു. 2016-ൽ താനെയിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ നടിക്കും ഭർത്താവിനും പങ്കുണ്ടെന്നായിരുന്നു കേസ്. US-ൽ വീണ്ടും വിമാനം അപകടത്തിൽപ്പെട്ടു. 2 പേരുമായി പറക്കുകയായിരുന്ന ചെറിയ വിമാനമാണ് വടക്കുകിഴക്കൻ ഫിലാഡൽഫിയയിലെ ഷോപ്പിംഗ് സെന്ററിനു സമീപം തകർന്നു വീണത്. വയനാട് വെള്ളമുണ്ടയിൽ അതിഥി തൊഴിലാളിയെ കൊന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗുകളിൽ ഒളിപ്പിച്ച് ഉപേക്ഷിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി മുഖീബ് ആണ് കൊല്ലപ്പെട്ടത്. UP സ്വദേശി തന്നെയായ 38 വയസ്സായ ആരിഫിനെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. മൃതദേഹത്തിന്റെ ഭാഗങ്ങളടങ്ങിയ ബാഗുകൾ മൂളിത്തോട് പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി. വിഴിഞ്ഞത്ത് KSRTC ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടെ പോസ്റ്റിൽ തട്ടി കൈയറ്റുപോയ ആൾ മരിച്ചു. പുല്ലിവിള സ്വദേശി സെഞ്ചിലോസ് ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന റോബർട്ട് എന്ന യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കളയിക്കാവിളക്ക് പോയ ബസ്സാണ് 4 മണിയോടെ പുളിങ്കുടിക്ക് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ബസ് റോഡിന് സമീപത്തുള്ള പോസ്റ്റിൽ ചേർന്നു പോയപ്പോൾ സൈഡിലിരുന്ന സെഞ്ചിലോസിന്റെ കൈ പോസ്റ്റിൽ തട്ടുകയായിരുന്നു. കൈ അറ്റുപോയതോടെ കടുത്ത രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് സെഞ്ചിലോസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. 12 ലക്ഷം രൂപ വരെ ആദായ നികുതിയിൽ ഇളവ് നൽകുമെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തെ ആർത്തുവിളിച്ച് സ്വീകരിച്ചുകൊണ്ട് നടനും തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പ്രഖ്യാപനം നടത്തുന്ന വീഡിയോയിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തിയും മറ്റു ഭാവങ്ങളോടെയും അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് കാണാമായിരുന്നു.